ആസ്പയറിംഗ് ഡെവലപ്പേഴ്സ് പലപ്പോഴും ഗിറ്റും ഗിറ്റ്ഹബും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒന്നിനെ നമുക്ക് കാറായിട്ടും മറ്റേ കാറിന്റെ എഞ്ചിനുമായിട്ടും നമുക്ക് കരുതാവുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കരിയറിൽ കയറാൻ ആഗ്രഹിക്കുന്ന, ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിറ്റ് എന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. രണ്ടാമത്തെ വ്യത്യാസം, ഗിറ്റ് റിമോട്ടായിട്ടും വർക്ക് ചെയ്യാം. ഗിറ്റിൽ നമുക്കൊരു പ്രൊജക്റ്റിന്റെ കോഡൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമോട്ടായിട്ട് നമ്മൾ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഗിറ്റ്ഹബിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും അത് ഓൺലൈനായിട്ട് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ അതിൻ്റെ ഇന്റർഫേസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഗിറ്റ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസിലൂടെയാണ് വർക്ക് ആകുന്നത്. എന്നാൽ ഗിറ്റ്ഹബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ GUI അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ഇതിനുള്ളത്. ഇതിന് രണ്ടിന്റെ പർപ്പസ് തമ്മിലും വ്യത്യാസമുണ്ട്. ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കോഡിന്റെ ഹിസ്റ്ററിയും പിന്നെ അത് സ്റ്റോർ ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗിറ്റ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ പ്രീമിയം വെർഷൻസിനൊക്കെ പേയ്മെൻ്റ് ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗിറ്റ് നിങ്ങളുടെ കോഡിൻ്റെ എഞ്ചിനാണ്. എന്നാൽ ഗിറ്റ്ഹബ് നിങ്ങളുടെ കോഡ് സ്റ്റോർ ചെയ്യാനും സേവ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.